കളം വരച്ചിട്ട് നമ്മുടെ പഴയ കൂട്ടുകാരന്മാരുടെ നമ്പരെല്ലാം തപ്പി പിടിച്ചിട്ട് ഹായ് കൂയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ മെസ്സേജുകളൊക്കെ ഇട്ടിട്ട് ആ പൂർവിക വിദ്യാർത്ഥികൾ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കിയിട്ട് ആണും പെണ്ണും കൂടെ അങ്ങനെ പിന്നെ ചോദിച്ച് ആദ്യം പറയും നേരം പോക്ക സമയം പോക്ക നേരം പോക്ക സമയം പോക്ക നേരം പോക്ക സമയം പോക്ക നേരം പോക്ക സമയം പോക്ക നേരവും പോയി അളിയ സമയവും പോയി അളിയ എൻ്റെ ചാരിത്ര്യവും പോയി അളിയ എൻ്റെ കുടുംബവും പോയി അളിയ. ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിച്ചേരുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇത് ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ അപമാനിതരാകും. പടച്ചവൻ നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഇസ്സത്ത് നിലനിർത്തട്ടെ. നമുക്കൊരു കുടുംബമുണ്ട്. നിന്റെ കൂട്ടുകാരുമായിട്ട് നീ സംസാരിച്ചോ. എന്തുകൊണ്ട് പ്രദീപ വിശേഷ സുഖമല്ലേ, കുടുംബജീവൊക്കെ റാഹത്തല്ലേ, മക്കളൊക്കെ സന്തോഷമാണല്ലോ, പഠിക്കുന്നുണ്ടല്ലോ, ആ ശരി ഓക്കെ. പിന്നെ വാല് പൊക്കുന്ന രീതിയിലുള്ള മെസ്സേജ് വന്നാൽ അറിയാം ഇത് സംഭവം മോനെ ദിനേശ ഇത് വേണ്ട, എനിക്കൊരു കുടുംബമുണ്ട്, 3 മക്കളുണ്ട്, അതൊക്കെ ഉണ്ട്, ഈ പണി വേണ്ട, അതുകൊണ്ട് നീ നിർത്തിയാലേ നമ്മളുള്ള ബന്ധം കളയണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്കാക്കി ഡിലീറ്റ് ആക്കിയത് ഹലാസ്, തീർന്നല്ലോ. ഇനി അല്ലാതെ അവൻ കുറേ ഓഫറുകൾ നിനക്ക് ഇട്ട് തരും, നീ ആ ഓഫറുകളൊക്കെ സ്വീകരിക്കും. അവൻ പറയുന്ന സ്ഥലത്ത് നീ വരാൻ പറയും, നീ അങ്ങോട്ട് പോകും. അവന് ഒരു ദിവസം നിന്നെ ഒന്ന് വേണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അവനോട്ടുള്ള ബന്ധം തരും. പിന്നെ അവൻ നിന്നെ ബ്ലോക്കാക്കിക്കോളും, നീ പിന്നെ ബ്ലോക്കാക്കേണ്ട ആവശ്യമില്ല. നിന്റെ ബ്ലോക്ക് തുറക്കും, അവൻ്റെ ബ്ലോക്ക് അടയും, അതാ സംഭവം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയോ, അത് ഏറ്റവും നല്ലതാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പോവാന്നോ? ആ പെട്ടെന്ന് വിട്ടേക്കെന്നാ കേട്ടോളി, വിഷയങ്ങളൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബിയുടെ ഭാര്യയെ ഇബ്ലീസ് വന്നിട്ട് കുടുക്കി. ആദം നബിയുടെ ഭാര്യ ഇബ്ലീസ് വന്നിട്ട് കുടുക്കി, അങ്ങോട്ട് വീണുപോയി. അതുകൊണ്ടാണ് അവിടെ പ്രശ്നം വന്നതാണ് ഇന്ന് നമ്മുടെ പെണ്ണുങ്ങൾ വീഴുന്നത് കേട്ടോ. അന്ന് അവിടെ കൊല നടന്നത് കൊണ്ടാണ് ഇന്നും ഇവിടെ കൊല നടക്കാനുള്ള കാരണം. അതിനുള്ള കാരണങ്ങൾ അതാണ്, ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അന്ന് നമ്മുടെ പെണ്ണിനെ അവിടെ കുടുക്കി, നമ്മുടെ ഉമ്മയെ അവിടെ കുടുക്കി, അതിൽ വീണു. അത് വേറെ ലൈനടിയൊന്നും അല്ലായിരുന്നു, അത് പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ തീറ്റിച്ചു. അപ്പൊ അള്ളാന്റെ ഓർഡർ വന്നു, ഇവിടെ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ഇവിടെ പൗരത്വമൊന്നുമില്ല, വണ്ടി വിട്ടോളാൻ പറഞ്ഞു. നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വണ്ടി വിടാൻ തീരുമാനിച്ചു. അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഡിസ്മസ് ആക്കി തിരിച്ചെടുക്കൂലല്ലോ, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുക, തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്ക്, ഇവിടുന്ന് പോയിക്കോ, അനുസരണക്കേട് കാണിച്ചല്ലേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരാജ്യങ്ങളിൽ വെച്ച് ഏത് മണ്ണിലേക്കാണ് ഇറക്കാൻ തീരുമാനിച്ചതെന്നറിയോ? ലോകത്തിന് 247 രാഷ്ട്രങ്ങളുണ്ട്. ലോകത്തിന് 247 രാഷ്ട്രം, 196 രാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുണ്ട്. അംഗത്വം ഇല്ലാത്തതും കൂടെ ചേർത്താൽ 247 രാഷ്ട്രങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രാജ്യങ്ങളിൽ വെച്ച് ആദം നബിയെ ഇറക്കാൻ തീരുമാനിച്ചത് മഹത്തായ ഈ ഭാരതത്തിന്റെ മണ്ണിലാണ്. അമേരിക്കയിൽ അള്ളാഹ് ഇറക്കാൻ തീരുമാനിച്ചില്ല, ഇംഗ്ലണ്ടിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല, യൂറോപ്പിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൗദി അറേബ്യയിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ മണ്ണിലാണ്. അതുകൊണ്ട് പ്രഥമ പൗരൻ ആര്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എവിടെയാ ഇറങ്ങിയത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ്വലു മാ ഹബതല്ലാഹു ആദമ ഇലൽ അർളി ബിദജ്നാ ഐ അർളുൽ ഹിന്ദി. ദജ്ന എന്ന് പറയുന്ന മണ്ണിലാണ്, ഭൂമിയിലാണ് അല്ലാഹു തആല ആദ്യമായിട്ട് ആദം നബിയെ ഇറക്കിയത്. അന്ന് ആ ദജ്ന എന്ന് പറയുന്നത് സറൻ ദ്വീപാണ്, അത് ശ്രീലങ്കയാണ്. ഇന്നും നിങ്ങൾ തമിഴ്നാട്ടിൽ രാംനാട് ഡിസ്ട്രിക്റ്റിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഒന്നുകൂടെ നിങ്ങൾ മുന്നോട്ട് നടന്നാൽ ഖാബീൽ, ഹാബീൽ, ഇഖ്ഹിമ എന്ന് പറയുന്ന ആദം നബിയുടെ 3 മക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. രാമേശ്വരം പാമ്പൻ പാലം കേട്ടിട്ടുണ്ടോ? രാമേശ്വരം പാമ്പൻ പാലം, കടലിലൂടെ ഒരു പാലമുണ്ട് തമിഴ്നാട്ടില്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി എവിടെയാണ് ഈ ഖാബീൽ ഹാബീലിന്റെ മക്ബറ, പോയാൽ കാണാം 70 മുഴ നീളത്തിൽ 2 ഖബർ കാണാം. അവിടെ നിന്ന് കടൽ മാർഗം 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആദം മലയിലെത്തും. കടൽ മാർഗം സിലോൺ, ശ്രീലങ്ക. പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല,
അത് അടുത്ത രാജ്യമായി പോയില്ലേ? അപ്പൊ അന്ന് ഇതെല്ലാം സിന്ധിൽ പെട്ടതാണ്, ഇന്ത്യയിൽ പെട്ടതാണ്. അന്ന് ഇതെല്ലാം മനസ്സിലാക്കണം. അന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇറങ്ങിയത്. ഇന്നും ആദം നബിയുടെ പാദസ്പർശമേറ്റ അടയാളം അവിടെ ഉണ്ട്. ആദം മല എന്നാണ് അവിടെ അറിയപ്പെടുക. ആദം മല. ഇന്ന് അറബികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്നും അവിടെ സന്ദർശകരുണ്ട്. ആദം മല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 70 മുഴമാണ് നീളം. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളം ആദം നബിയെ ഇറക്കിയപ്പോ, സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോ വകാന റഅസുഹു ഫിസ്സമാ, ആദം നബിയുടെ തല ആകാശമുട്ടേ നിൽക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ആദം നബിയുടെ നീളം അല്ലാഹു തആല തഅറസഹു ഇലാ 70 ദിറാഅ, 70 മുഴമായി അല്ലാഹു കുറച്ചു. 70 മുഴാക്കി കളഞ്ഞു. ആകാശമുട്ട നീളമുണ്ടായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ. എല്ലാം കാണാം, മലക്കളെയും കാണാം, മലക്കളുടെ ശബ്ദം കേൾക്കാം, അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നീളം കുറച്ചു കളഞ്ഞു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പരാതിപ്പെട്ടു, യാ റബ്ബി, പടച്ചവനേ, ഇന്നി ലാ അസ്മഉ അസ്വാതൽ മലായിക വലാ അഹ്സുഹും. അല്ലാഹുവേ, ഇന്ന് വരെ മലക്കുകളുടെ സംസാരങ്ങളും അവരുടെ ചലനങ്ങളും ഞാൻ അവരുടെ ശൈലികളും ശബ്ദമാധുര്യവും കേട്ടവനാണ്. അല്ലാഹുവേ, നീ എൻ്റെ നീളം കുറച്ചു പോയല്ലോ. അവരുടെ സംസാരങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. വിഷമം പറഞ്ഞു. അല്ലാഹ്, പടച്ചവനെ, നീളം നീ കുറച്ചു കളഞ്ഞല്ലോ, എന്റെ നീളം നീ കുറച്ചു കളഞ്ഞല്ലോ പടച്ചവനെ, എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാഹുവേ. അല്ലാഹു തആല മറുപടി പറഞ്ഞു, എന്തിനാണ് നീളം കുറച്ചതെന്ന് അറിയുവോ ആദമേ? ഖതീഅതുക യാ ആദം, ആദമേ, നീ ചെയ്ത പാപമാണ് നിന്റെ നീളം കുറയാൻ കാരണം. ഒരു പാപം ചെയ്യാതെ അല്ലാഹു തആല ഒരു പണിഷ്മെന്റ് നമുക്ക് തരൂല. അവിടത്തെ ചെയ്ത തെറ്റില് അല്ലാഹു തആല പൗരത്വം എടുത്ത് കളഞ്ഞ് അങ്ങോട്ട് വിട്ടു, നീളവും കുറച്ചു കളഞ്ഞു അല്ലാഹു തആല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർന്നില്ല. ഈ ഇടങ്ങേറാക്കിയ പെണ്ണുമ്പുള്ള ഭാര്യ അല്ലാഹു തആല മാറ്റിക്കളഞ്ഞു. രണ്ടുപേരും 2 സ്ഥലത്താക്കി കളഞ്ഞു അല്ലാഹു തആല. അതാണ് നോക്കണേ. ഇന്ന് വരെ മക്കയിൽ ബഹുമാനപ്പെട്ട ഹവ്വ ബീവിക്ക് പ്രവേശിക്കാൻ അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല. ഈ മക്കയിൽ വന്നു പോരെന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് ഈ മക്കയിൽ വന്നു പോകരുത്. ഹവ്വ ബീവിക്ക് മക്കയിൽ വരാൻ പറ്റിയിട്ടില്ല. ഹവ്വ ബീവി എവിടെ അടങ്ങിയത്? ജിദ്ദയില്. അതിനാണ് ജിദ്ദയ്ക്ക് ജദ്ദ എന്ന പേര് വന്നത്. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മുമ്മ എന്നതിന്റെ അർത്ഥം. ജദ്ദത്ത് ഉമ്മുമ്മ എന്നർത്ഥം. അവിടെയാണ് അടക്കിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയും അല്ലാഹു തആല ഒന്ന് യോജിപ്പിച്ചു. എവിടെ വെച്ചാണ്? അറഫയിൽ വെച്ച്. അവർ രണ്ടുപേരും അറഫയിൽ വെച്ച് സംഗമിച്ചപ്പോ പരിചയപ്പെട്ടു, കണ്ടു, സന്തോഷിച്ചു. അങ്ങനെ പരസ്പരം അവർ അറിഞ്ഞു. അതിന്റെ പേരിലാണ് തആറഫ എന്ന പേരാണ് അറഫായിക്ക് അല്ലാഹു തആല ഇട്ടത്. അറഫ എന്ന പേര്, പരസ്പരം അറിയുക. ഇന്നും അതേപോലെയല്ലേ? കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ അറഫ മൈതാനിയിലാണ് ഒരുമിച്ച് കൂടുക. ആ അറഫ മൈതാനിൽ പരസ്പരം നമ്മൾ അറിയും പലരെയും. അതുകൊണ്ടാണ് അറഫ മൈതാനത്തിന് അറഫ, അറിഞ്ഞു എന്ന പേരിടാനുള്ള കാരണം. മറ്റൊരർത്ഥം കൂടെ വരുന്നുണ്ട്. സാന്ദർഭികവശാൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, റബ്ബനാ അരിനാ മനാസികനാ, എനിക്ക് നീ ഹജ്ജ് ഒന്ന് പഠിപ്പിച്ചു താ നാഥനേ. ഹജ്ജ് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പറയാണ് ഹജ്ജ്. അപ്പൊ ഈ ഹജ്ജിന്റെ ക്ലാസ് എടുക്കണ്ടേ? ഹജ്ജിന്റെ ക്ലാസ്സിൽ പോകണ്ടേ? ഹജ്ജ് പഠിക്കണം, ഉംറ ചെയ്യേണ്ടത് പഠിക്കണം, ഹജ്ജ് ചെയ്യേണ്ടത് പഠിക്കണം. അത് നല്ല നിലയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹജ്ജ് ക്ലിയർ ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ കൊണ്ട് 4 ലക്ഷം രൂപ കളഞ്ഞിട്ട് വരാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പോലും ദുആ ചെയ്തു, അരിനാ മനാസികനാ, പടച്ചവനെ, ഹജ്ജിന്റെ മനാസിക്കുകളെ നീയൊന്ന് പഠിപ്പിച്ചു തരണമേ നാദാ. ഉടനെ അല്ലാഹു ജിബ്രീലിനെ അയക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ വഹിച്ചുകൊണ്ട് ജിബ്രീൽ ഹജ്ജിന്റെ മനാസിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാ. അവസാനമായി അറഫ മൈതാനിയിൽ ജിബ്രീലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും എത്തുകയാണ്. അവിടെ എത്തിയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, അറഫ്തു യാ ജിബ്രീൽ, ഹജ്ജ് എന്താണെന്ന് ഞാനിപ്പോ പഠിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി ജിബ്രീൽ. അങ്ങനെ അറഫ എന്ന പേര് അവിടെ വന്നു. അതിനാണ് ഈ അറഫ എന്ന പേര് വന്നത്. അറിഞ്ഞു, മനസ്സിലാക്കി. മനസ്സിലായില്ലേ? അപ്പൊ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹവ്വ ബീവിയെയും 2 ധ്രുവത്തിലാക്കി. മക്കയിൽ വരരുതെന്ന് ഓർഡർ ഇട്ടു.
അപ്പൊ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഈ ഭൂമിയിലിറക്കി വർഷങ്ങളോളം അവർ ദുആ ചെയ്തു. എവിടെ ഇറങ്ങിയത്? ശ്രീലങ്കയിൽ, ഈ ഭാരതത്തിന്റെ മണ്ണിൽ. ഒരു ഹദീസ് കേട്ടോ, നല്ലപോലെ കേട്ടണം. ആദം നബിയാണ് നമ്മുടെ പ്രഥമ പൗരൻ. ഓർത്തോ, കളി വേണ്ട, ഇന്ത്യയിൽ നമ്മളോടുള്ള കളിയൊന്നും വേണ്ട. ഇതെല്ലാം പ്രശ്നങ്ങളിലേ തീരുള്ളൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ഉദരജീവികളും പല പ്രാണികളും ആദം നബിയെ ഇടങ്ങേറാക്കാൻ ശ്രമിച്ചു. ഒറ്റപ്പെട്ട് ഭാര്യയില്ല, കൂട്ടുകാരുമില്ല, ആരുമില്ല, ഒറ്റയ്ക്കാണ് ആദം നബി. ഇങ്ങനെ ഇതേപോലെ ഒരു കാട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു. ഇപ്പൊ നിങ്ങളെ അങ്ങോട്ട് പോകുമ്പോൾ ഗൂഡല്ലൂർ കാട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയാൽ രാത്രിയായ എന്തായിരിക്കും രംഗമെന്ന് ആലോചിച്ച് നോക്കും. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. കയ്യിലും കാലിലും ഒക്കെ പാമ്പുകളൊക്കെ കയറാനൊക്കെ തുടങ്ങി. ഉടനെ അള്ളാഹു തആലയോട് പറഞ്ഞു, പടച്ചവനെ റബ്ബേ, അള്ളാഹുവേ, ഇനി വല്ലാത്ത കുടുക്കിൽ എന്നെ നീ പെടുത്തിയില്ലേ. ആദം നബി തൗബ ചെയ്തു. എന്താണ് ആ തൗബ? ആ തൗബയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓർത്തോ, എപ്പോഴും ചെയ്തോണം. എന്താ അതിനകത്തുള്ള വാക്ക് ശ്രദ്ധിക്കണം. ഒരു പ്രവാചകൻ പറയുന്ന വാക്കാണ്, റബ്ബനാ ളലംനാ. ഒരു പ്രവാചകൻ പറയാണ്, ഞാൻ അക്രമിയായി അല്ലാ. ഇന്ന് നമ്മൾ പലരെയും നോക്കി നീ ലാലിമാണെന്ന് നമ്മൾ പറയാറില്ലേ? അതേ വാക്ക് തന്നെയാണ് ഒരു പ്രവാചകൻ പറയുന്നത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി അല്ലാ. ഞങ്ങൾ അക്രമികളായി പോയി അല്ലാ. നീ ഞങ്ങളോട് പൊറുത്തില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ തീരാ നഷ്ടത്തിലാകും അല്ലാ. അതുകൊണ്ട് ഞങ്ങളോട് നീ കരുണ ചൊരിയണേ അല്ലാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകാന്തത അനുഭവപ്പെട്ടപ്പോ പടച്ചവനോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവലാതി പറയുകയുണ്ടായി. ഉടനെ ആദം നബിക്കൊരു സമാധാനത്തിനും ഒരു സന്തോഷത്തിനും ഒരു കൂട്ടിനും വേണ്ടി ഫനസല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇന്ത്യയിലേക്ക് അല്ലാഹു അയക്കുകയാണ്. പ്രഥമമായി ദൂതനായ ജിബ്രീൽ വന്ന മണ്ണാണ് ഈ ഭാരതത്തിന്റെ മണ്ണെന്ന് ഓർക്കണേ. വെറുതെയല്ല ജിബ്രീൽ വന്നത്. ഫനാദാ ബിൽ അദാൻ. ആദം നബിയുടെ അരികിൽ നിന്ന് ജിബ്രീൽ ബാങ്ക് വിളിക്കുകയാണ്. ആ ബാങ്കിലൂടെ ബഹുമാനപ്പെട്ട ആദം നബി കേൾക്കുകയാണ്, ഫലമ്മാ സമിഅ ദിക്റ മുഹമ്മദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ബാങ്ക് വിളിച്ചപ്പോ അതിൽ മുഹമ്മദിന്റെ പേര് വന്നപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻ ഹാദാ മുഹമ്മദുൻ യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലേ? ഈ മുഹമ്മദ് ആരാണ്? ഉടനെ അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ മറുപടി പറയുകയാ, ഹാദാ ആഖിറു വലദിക മിനൽ അംബിയാ. അംബിയാ മുർസലീങ്ങളിൽ അവിടുത്തെ പരമ്പരയിൽ, അവിടുത്തെ സന്താന പരമ്പരയിലെ അവസാനത്തെ പ്രവാചകനാണ്. ആദ്യമായിട്ട് ബാങ്ക് വിളിച്ച്, ഈ ബാങ്കിനെ വിളിക്കാൻ പാടില്ല എന്നല്ലേ പറയാ? ഇവിടെ വന്ന് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ബാങ്ക് വിളിച്ച് ആദ്യം, എന്നിട്ട് ഈ ബാങ്ക് വിളിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ജിബ്രീൽ ഇറങ്ങിയ മണ്ണാണ്. ആ ജിബ്രീൽ ഒരു വടി കൊണ്ടുവന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ കൊടുത്തു. ആ വടിയാണ് കാലക്രമേണ മൂസാ നബിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടെന്ന ചരിത്രം അറിയില്ലേ? സ്വർഗത്തിൽ നിന്ന് കുറച്ച് വിഭവങ്ങളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്തിച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം.
അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തൊന്നും ആദം നബി തന്നെ കൊണ്ടുവന്നൊന്നുമുണ്ട്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവരൂലേ, നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ഉടനെ ഭാര്യയ്ക്ക് കൊടുക്കാൻ, മക്കൾക്ക് കൊടുക്കാൻ, ബാക്കിയൊക്കെ സാധനം ഗോഡൗണിൽ വരുന്നുണ്ട്. എന്നാലും കയ്യിൽ കുറച്ച് കൊണ്ടുവരുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തു. അതിലൊന്നാണ് ആ വടി, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത വടി. അതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ കടന്ന് വന്ന് പല പല പ്രവാചകന്മാരിലൂടെ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലെ ആ വടി, അത് അടിക്കാൻ പറഞ്ഞില്ലേ, കല്ലിലൂടെ ഉറവ വന്നതും കടലിൽ അടിക്കാൻ പറഞ്ഞതൊക്കെ വെറിയ സാധാരണ ഒരു വടിയല്ല, അത് സ്വർഗത്തിൽ നിന്ന് വന്ന വടിയാണ്. അതേപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഊദ് കൊണ്ടുവന്നു. ആ ഊദാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആസമിലാണ്. അതുകൊണ്ടാണ് ആസാം മുതൽ പണി തുടങ്ങുന്നത്. മനസ്സിലായോ? അറബികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഊദുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ ഊദാണ് അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് എവിടെയാ കൂടുതലുള്ളത്? ആസാമിലാണുള്ളത്. അതാണ് ഊദ്. അവിടെ നിന്ന് ഈ മുസ്ലിങ്ങളെ മൊത്തം ഇവിടെ നാട്ടി ഓടിച്ചാലേ ഇതും കൂടെ അമ്മക്ക് ഇപ്പൊ കരസ്ഥാക്കാൻ പറ്റുള്ളൂ. പണി തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഏലം കൊണ്ടുവന്ന്, ഏലം ലോകത്ത് ഏറ്റവും കൂടിയ സ്പൈസസ് ഐറ്റംസ്, ഏറ്റവും വില കൂടിയതും ഏറ്റവും വെരി പ്യുവർ ഓർഗാനിക് സാധനം, സ്പൈസസ്, ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങൾ എവിടെയാ ഉള്ളത്? അത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ തമ്പടിച്ചത്. മൂന്നാറില്, ഇടുക്കിയില്, ഇവിടൊക്കെ തമ്പടിച്ചത്. അവിടെയൊക്കെ ബ്രിട്ടീഷുകാരുടെ കോട്ടകളൊക്കെ നമുക്ക് കാണാമല്ലോ, തുരങ്കങ്ങൾ കാണാമല്ലോ. ഇവിടെ നിന്നാണ് ആ സാധനങ്ങളൊക്കെ അവർ അങ്ങോട്ടേക്ക് അടിച്ചു മാറ്റി പോയത്. ഏറ്റവും നല്ല സാധനം ഇവിടെയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരൻ, ആര് കൊണ്ടുവന്നു ഇതിന്റെയൊക്കെ തബറുക്ക്, ബർക്കത്ത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കേരളക്കരയിലേക്ക് ആ ബർക്കത്ത് അല്ലാഹു തആല വ്യാപിപ്പിക്കുകയും കേരളത്തിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേരളത്തിലെ ഒരു സ്വഹാബി ഇഞ്ചി കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അന്ന് കേരളത്തിൽ നിന്ന് നബി തങ്ങൾക്ക് ഇഞ്ചി കൊടുക്കണമെങ്കിൽ ആര് പോകണം? ഇന്ന് ഇന്ത്യയിലെ ഒന്നാമത്തെ മസ്ജിദ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ മസ്ജിദാണ്. ചരിത്രത്തിൽ ചക്രുത്തി പെരുമാൾ എന്ന സ്ഥാനം പിടിക്കപ്പെട്ട താജുദ്ദീൻ നബി തങ്ങൾ പരിശുദ്ധമായ ജിദ്ദയിൽ തമ്പടിച്ചപ്പോ ആ താജുദ്ദീൻ എന്ന് പറയുന്ന ചക്രുത്തി പെരുമാൾ താജുദ്ദീൻ എന്ന പേരിന് അർഹനായി നബി തങ്ങളുടെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി സ്വഹാബിയായെങ്കിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇഞ്ചി സുലഭമായി ലഭിച്ചിരുന്ന കേരളത്തിലാണ്. അന്ന് ഇഞ്ചി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തത് ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾ മദീനയിൽ ഇരിക്കുമ്പോൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സിന്ധിൽ നിന്ന് ഒരു സഹോദരൻ ഒരു പൊതിക്കെട്ട് നബി തങ്ങളുടെ കൈകളിൽ കൊണ്ട് ഏൽപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ അത് തുറന്നിട്ട് ഓരോ കഷണം ഞങ്ങൾ 10 പേരടങ്ങുന്ന സംഘങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ വെച്ച് നീട്ടുകയുണ്ടായി. അത് സഞ്ചബീലായിരുന്നു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു. ആ സഞ്ചബീൽ എന്ന് പറയുന്ന ഇഞ്ചി അന്ന് സുലഭമായി ലഭിച്ചിരുന്നത് ഇന്ത്യയിലെ കേരളത്തിലാണ്. മഹാനായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ഈ കേരളത്തിൽ കാലുകുത്തുകയും ഇവിടെ നിന്ന് നബി തങ്ങൾ ആ ഇഞ്ചി ഭക്ഷിക്കുകയും ചെയ്തതിന്റെ ബർക്കത്താണ് ഈ നാട്ടിൽ അല്ലാഹു തആല ഇറക്കിയ ഓരോ അനുഗ്രഹങ്ങളും. ചരിത്രത്തിൽ നിലമ്പൂരുകാരാ, നിങ്ങൾക്ക് ഒരു അനുഭവമുണ്ട്. ഇവിടത്തെ തേക്കിന്റെ കഷണം കൊണ്ടാണ് ആയിഷ ബീവിയുടെ കട്ടിലിന്റെ കാല് പണിതതെന്ന് ചരിത്രത്തിൽ കാണാം. അന്ന് തേക്ക് സുലഭമായിരുന്നത് നിങ്ങളുടെ സ്വന്തം നാടായ നിലമ്പൂരിന്റെ മണ്ണിലാണ്. ഒരുപക്ഷെ നിലമ്പൂരിൽ നിന്നായിരിക്കാം എന്ന് പറഞ്ഞ നാളെ ഇവറുകൾ കളിക്കണ്ട. ഇവര് അമ്മടെ തേക്ക് കൊണ്ട് ആയിഷ ബീവി കട്ടിലിന്റെ കാലുണ്ടാക്കി. ചരിത്രത്തിലുണ്ട് കേരളത്തിന്റെ ഒരു തേക്ക് കൊണ്ടുപോയിട്ട് ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിന്റെ കട്ടിലിന്റെ കാലുണ്ടാക്കിയത്. വെറുതെ ആണുള്ള ബർക്കത്ത് ഇവിടെ. എല്ലാ നാടിനേക്കാളുള്ള ബർക്കത്ത് എന്തുകൊണ്ടാ? ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അടങ്ങിയത് എവിടാ? ഒമാനിലാണ്. ഒമാന് മൊത്തം മരുഭൂമിയാണ്, അവിടെ ഒരു പച്ചയുമില്ല. പക്ഷെ ബഹുമാനപ്പെട്ട താജുദ്ദീൻ ചേരമാൻ പെരുമാൾ റളിയല്ലാഹു തആല അദ്ദേഹം അടങ്ങിയിരിക്കുന്ന സലാല ഒന്ന് പോയി നോക്ക്, കേരളം പോലെയാണ്. പോയിട്ടുണ്ടോ സലാലയിൽ? ഒന്ന് പോണം. മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, കരിക്ക്, ഇളനീര്, വാഴ, നെല്ല്, അരി, കപ്പ, മരച്ചീനി, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എല്ലാ വർക്കത്തും ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പടച്ചോനെ നമ്മളിപ്പോൾ നിലമ്പൂരിലൂടെയാണോ പോകുന്നത്, കേരളത്തിലൂടെയാണോ പോകുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. കാരണം എന്താ? അവിടെ കിടക്കുന്നതാരാ? ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു.
ആ മഹാനുഭാവനാണ് നമ്മുടെ നാട്ടിൽ ജനിച്ചത്. നമ്മൾ ചിന്തിക്കണം, അതിൻ്റെ ബർക്കത്താണ് കേരളം. അതുകൊണ്ടാണ് യൂറോപ്യൻകാർ ഗോഡ്സ് ഓൺ കൺട്രി, ഖൈറുള്ള, അറബികൾ വിളിച്ചിരുന്ന വിളിയാണ് ഖൈറുള്ള. ഖൈറുള്ള ഖൈറുള്ള എന്ന് അറബികൾ വിളിച്ചിരുന്നു. ഖൈറുള്ള 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 ഖൈറുള്ള. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് കേരള 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 എന്നായി എന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും ഖൈറുള്ള എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖൈർ ഇറങ്ങിയ നാടാണ്. അതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാട്. എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്ക് ചെയ്തത് ഈ കേരളത്തിന്റെ മണ്ണിൽ. സംസ്കാരം, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ നിലയ്ക്കും സാംസ്കാരിക ഉത്ബുദ്ധർ ഒരുമിച്ച് കൂടുകയും സമത്വവും സൗഹാർദ്ദവും സഹവർത്തിത്വവും വിദ്വേഷമില്ല, വിഭാഗീയതയില്ല, എല്ലാം ഒത്തു ഇണങ്ങിയ ഒരു സംസ്ഥാനം അല്ലേ കേരളം, സംസ്ഥാനമല്ലേ. അതുകൊണ്ടാണ് ബംഗാളികൾ പോലും പറയുന്നത് ഏറ്റവും നല്ല നാട്, ഏറ്റവും റാഹത്തായിട്ട് താമസിക്കാൻ പറ്റിയത് ബംഗാളിലാണ്, അല്ല കേരളത്തിലാണ്. അതുകൊണ്ട് ബംഗാളി ഇവിടെ വന്നിട്ടുണ്ട്. നാളെ ഇപ്പൊ കേരളം ബംഗാളം ആകാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒരു ദിവസത്തെ, ഒരു മാസത്തിൽ പെർ മന്ത് 5000 കോടി രൂപ കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോകുന്നുണ്ട്. എല്ലാം അറിയുന്നുണ്ടോ? ഒരു ബംഗാളി മാസം തോറും 10000 രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബംഗാളി മാസത്തിൽ 10000 രൂപ അയച്ചു കൊടുക്കും. 4 ലക്ഷം ബംഗാളി ഉണ്ട് പെരുമ്പാവൂര് മാത്രം. 5 ലക്ഷം ബംഗാളി 10000 രൂപ വെച്ച് അയച്ചു കൊടുത്താൽ തന്നെ എത്രായിരം കോടിയായി? കണക്ക് കൂട്ടിയാൽ മതി. വീട്ടിൽ പോരുന്നു പുറേ 5000 കോടി രൂപയായി. ഇവിടെ നമ്മൾ വലിയ മോലാളിയായിട്ട്, നമ്മൾ ഗൾഫിൽ നിന്ന് 800 രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വലിയ മോലാളിയായിട്ട് അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് 1500 രൂപ അവന് നമ്മൾ ശമ്പളം കൊടുക്കുകയാണ്. അവൻ മാസം തോറും കേരളത്തിൽ നിന്ന് 10000 കോടി രൂപ അവൻ്റെ നാട്ടിലേക്ക് അയക്കുകയാണ്. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അപ്പൊ എന്തായാലും അതൊക്കെ ഒരു ബർക്കത്തേതാ, കേരളത്തിന്റെ മണ്ണിന്റെ ബർക്കത്താണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റൊരു ബർക്കത്ത് പറഞ്ഞുതരാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. ഒരു നല്ല തണുത്ത കാറ്റ് അലിയാർ തങ്ങളുടെ തലയ്ക്ക് മീതെ തലോടിപ്പോയപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, അലിയേ, ഈ കാറ്റ് ഏത് നാട്ടിലെ കാറ്റെന്നറിയോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയേ, ഇല്ല നബിയേ, അറിയില്ല. ലാ യാ റസൂലല്ലാഹ്, ഖാല റസൂലുള്ളാഹി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത്യബു റീഹിൽ അർളി അൽ ഹിന്ദു, ഭൂമിയിലെ ഏറ്റവും നല്ല രസമുള്ള മണ്ണ്, ഏറ്റവും നല്ല നാട്, ഏറ്റവും നല്ല മണ്ണ് അൽ ഹിന്ദു, അത് ഇന്ത്യയുടെ മണ്ണാണ്. ഫഅല്ലഖത് ശജറഹാ മിൻ റീഹിൽ ജന്ന, ആ ഇന്ത്യയിലെ വൃക്ഷങ്ങളെയും സ്വർഗത്തിലെ കാറ്റിനെയും അല്ലാഹു കൂട്ടിയിണക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറബി കലാലയം. അറബികൾ ഇന്ത്യയിൽ വന്നിട്ട് ഇൽമു ഓടിച്ചുകൊണ്ടൊക്കെ പോയത്. ഏറ്റവും വലിയ കലാലയം അതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഏറ്റവും വലിയ പണ്ഡിതന്മാർ മനസ്സിലാക്കണം, സ്വർഗത്തിലെ കാറ്റും ഇന്ത്യയിലെ വൃക്ഷങ്ങളുമായി അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാര്യമാണോ? വെറുതെ നല്ല മയക്കുപാല പാടിയത്. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദു സിതാ ഹമാരാ ഹമാരാ, സാരേ ജഹാം സേ അച്ഛാ, ഏറ്റവും നല്ല നാട്, ഏറ്റവും നല്ല നാട് ഇന്ത്യയുടെ മണ്ണാണ്, ഇന്ത്യയുടെ മണ്ണാണ്, ഇന്ത്യയുടെ മണ്ണാണ്. മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ബൈർ റഖ്നാ, ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം വൈരം വെച്ച് പുലർത്താൻ, പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ. ഹിന്ദി ഹേ ഹം, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. വതൻ ഹേ, നമ്മുടെ രാജ്യം. ഹിന്ദു സിതാ ഹമാര ഹമാര, സാരേ ജഹാം സേ അച്ഛാ, നമ്മുടെ രാജ്യം ഏത്? ഹിന്ദു, ഇന്ത്യ, സിന്ധ്. ഇനി ഹിന്ദി എന്ന പദം ഏത് പദാ സുഹൃത്തുക്കളെ? അറേബ്യൻ മണലാരണ്യത്തിലെ സമൂം പർവ്വതത്തിന് അറബികൾ വിളിച്ചിരുന്ന പേര് ഹിന്ദ് എന്നാണ്. ഇന്നലകളിലൊന്നും ഉണ്ടായതല്ല ഹിന്ദ്. ഈ പേര് ഇന്നലകൾ ഉണ്ടായാലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് പറഞ്ഞത് ഇന്നലകൾ ഉണ്ടായതാണോ ഇത്?
അറേബ്യൻ മണലാരണ്യത്തിലെ സമൂം പർവ്വതത്തിനെ അറബികൾ വിളിച്ചിരുന്ന പേര് ഹിന്ദ് എന്നാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ പ്രഥമ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ 2 മക്കളുടെ പേരും ഹിന്ദ് എന്നാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കം പിടിച്ചെടുത്തത് അബൂ സുഫിയാന്റെ കൈകളിൽ നിന്നല്ലേ? അബൂ സുഫിയാൻ മക്കയുടെ രാജാവാണെങ്കിൽ അബൂ സുഫിയാന്റെ ഭാര്യ മക്കയുടെ റാണിയായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഹിന്ദ് റളിയല്ലാഹു തആല അൻഹാ. അതേ ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കരളെടുത്ത് ചവച്ചു തുപ്പിയ ഒരു മഹിതയെ ഓർമ്മയുണ്ടോ? അവരാണ് പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉതുബത്തിന്റെ മകൾ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹാ. ഹിന്ദ് എന്ന പദം എവിടുത്തെ? ഇസ്ലാം, മുസ്ലിം പദാഭിവ. ഇതൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതിപ്പോ വല്ലന്മാർക്ക് നമ്മൾ എഴുതി കൊടുക്കാൻ പറ്റുമോ? സുഖിപ്പിക്കാം. നമ്മളെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ സുഖിക്കാൻ ഇപ്പൊ സൗകര്യം ചെയ്തു തരാം. ഓടിവാ. അപ്പൊ എല്ലാരെയും ഓടിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ആരൊക്കെ ഓടിച്ചു? അതിന് വലിയ സ്വലാത്തു വസ്സലാമിനെ ഓടിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ? വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ. പ്രവാചകന്മാരെ, നിങ്ങളെ സ്വന്തം മണ്ണിൽ നിന്ന് പൗരത്വത്തിന്റെ പേരിൽ ഞങ്ങൾ പുറത്താക്കും. ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇന്ന് നമ്മുടെ കേന്ദ്രം പറയുന്നത് പോലെ ഗർവാപ്പസി ഞങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്ക് മടങ്ങി വന്നോ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ പൗരത്വം നൽകാം. ഇത് നമ്മുടെ കേന്ദ്രമന്ത്രി പറയുന്നതിന് 5000 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ സത്യത്തെ ലോകത്തേക്ക് പഠിപ്പിക്കാൻ വന്നപ്പോ അവരുടെ പ്രതിയോഗികളും പറഞ്ഞത് ഇതേ വാക്ക് തന്നെ. ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. ഇവിടെ ഞങ്ങൾ മാറ്റും. ഒന്നുകിൽ ഇങ്ങോട്ട് മടങ്ങി വാ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിച്ചുവിടുന്നു. പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ഓടിച്ചുവിടുന്നു. അടുത്ത പ്രവാചകനെ വിളിച്ചു. قال الملأ الذين استكبروا من قومه لنخرجنكم يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا. ഒരു വിഭാഗം അഹങ്കാരികളും ഒരു വിഭാഗം ഫാസിസ്റ്റുകളും ഒരു വിഭാഗം നാസിസ്റ്റുകളും ഒരു വിഭാഗം തെമ്മാടികളും അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആൾബലത്തിന്റെയും പേരിൽ ബഹുമാനപ്പെട്ട ശുഐബ് നബിയെ നോക്കിയിട്ട് പറയുകയാണ്, യാ ശുഐബ്, ശുഐബേ വല്ലദീന ആമനൂ മഅക, നിന്നെയും നിന്നോടൊപ്പമുള്ള മുസ്ലിമീങ്ങളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, നിന്റെ നാട്ടിൽ നിന്ന്, ഈ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ പൗരത്വമില്ലാത്തതിന്റെ പേരിൽ പുറത്താക്കുക തന്നെ ചെയ്യും. ഇല്ല എങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്ക് മടങ്ങി വരണമേ. അവരും പറഞ്ഞത് തന്നെയാണ്. ലൂത്ത് നബി قالوا لئن لم تنته يا لوط لتكونن من المخرجين. ലൂത്തേ, നിന്റെ ഈ പണി നീ നിർത്തിയില്ല എങ്കിൽ നിന്റെ പൗരത്വം എടുത്തു കളഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്താക്കും. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും പറഞ്ഞ വാക്ക് തന്നെയാണ്. തീർന്നില്ല. എല്ലാ പ്രവാചകന്മാരെയും പറയാൻ സമയമില്ല. നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി.
നിർത്താവുന്ന അർത്ഥം അല്ലേ? ബാക്കി ആളെ പറയാൻ പ്രശ്നം കൈ കൊണ്ട് എല്ലാരും കാണിക്കും. പോലീസ് വരുമ്പോ കൈ കാണിക്കാൻ ആരും കാണൂല. അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന അനമാഫി മുഷ്കിൽ. എനിക്ക് ഇല്ല ചൂടൊന്നും കൂടില്ല. കറക്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പൊ നമ്മളിപ്പോ വിചാരിക്കാം, ഇപ്പൊ എല്ലാരും വിചാരിക്കാൻ, ഓ ഇത് ഇങ്ങനെയൊക്കെയാ സംഭവം ഇല്ലേ, എന്നാ പിന്നെ നമ്മുടെ കാര്യമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നബീന റസൂലുള്ളാഹി, നമ്മുടെ ഹബീബ് നബിയുന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല നബിതങ്ങളുടെ കൊച്ചാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നബിതങ്ങളുടെ വാപ്പാടെ വഫാത്തിന് ശേഷം സംരക്ഷിച്ചത്. അങ്ങനെ സംരക്ഷിച്ചിട്ട് കൊണ്ടുവന്ന് മക്ക മുശ്രിക്കീങ്ങൾ രഹസ്യമായിട്ടൊരു തീരുമാനം എടുത്തു. രഹസ്യമായിട്ട് പാതിരാത്രി തീരുമാനം എടുക്കാൻ. അങ്ങനെയാണല്ലോ പാതിരാത്രി പെട്ടെന്ന് തീരുമാനം എടുത്ത് ഒപ്പിട്ട് മേടിച്ച് കബൂലാക്കിച്ചത്. ഇതെല്ലാം പോലെ തന്നെ സംഭവിച്ചത്. തീരുമാനം എടുത്തിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? നബിയെ ഇവിടുന്ന് ഓടിക്കണം, അയാൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കരുത്, അടിച്ചു വിടണം എന്ന് പറഞ്ഞു. എന്നാലും സ്വന്തം കൊച്ചാപ്പല്ലേ എങ്ങനെ സഹിക്കുക? എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനല്ലേ പഠിച്ചവനെ, എങ്ങനെയാണ് അവനെ ഓടിക്കുക? ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ നീ അറിഞ്ഞോ സംഭവം? അറിഞ്ഞു. അതാണ് രസം. കൊച്ചാപ്പ പറയാൻ വന്ന അറിഞ്ഞോന്ന് സംഭവം. കൊച്ചാപ്പ വന്ന് പറയുന്നതിന് മുമ്പേ അള്ളാഹ് അറിയിച്ചിട്ടുണ്ട് സംഭവം. അറിഞ്ഞു. എന്താ? ഇവിടെ ഓടിക്കാൻ പോവാണ്. ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കണം. നമ്മുടെ ഈ ഗവൺമെന്റ് നമ്മളോട് എടുത്തിരിക്കുന്ന 3 നിലപാടാണ്. ഒന്ന്, രാജ്യത്തിന് നിങ്ങളെ പുറത്താക്കണം, ഇല്ലെങ്കിൽ കോൺസ്റ്റന്റേഷൻ ജയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പാർപ്പിക്കണം, ഇല്ലെങ്കിൽ തട്ടിക്കളയണം. ഈ 3 കാര്യങ്ങളാണ്. ഈ 3 എടുത്ത നിലപാട് നബിതങ്ങളുടെ മേലാണ്. ഈ 3 നിലപാട് എടുത്ത് നബിതങ്ങൾക്കാണ്. മറ്റവരോടൊക്കെ പുറത്തു പോയിക്കോ അല്ലെങ്കിൽ തിരിച്ചു വന്നോന്ന് പറഞ്ഞത്. ഇത് പുറത്തു വിടാൻ പറ്റിയില്ലെങ്കിൽ, ഓടിച്ചു വിടാൻ പറ്റിയില്ലെങ്കിൽ ജയിലിനകത്ത് ഇട്ട് ഇവരെ ഇടങ്ങേറാക്കണം എന്ന് തീരുമാനിച്ചു. ആരെ? നബീന റസൂലുള്ളാഹി തങ്ങളെ. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. അല്ലാഹു തആല പറഞ്ഞ വാക്ക് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മേലേക്ക് ഈ ആയത്തിറക്കുകയാണ്. വൈദ് യംകുറു ബികല്ലദീന കഫറൂ. അല്ലയോ ഹബീബേ, അല്ലയോ പ്രവാചകരേ, ഇസ്ലാമിന്റെ വിരോധികൾ ഇതാ ഗൂഢതന്ത്രം മെനയുകയാണ്. അവർ രഹസ്യ അജണ്ട ഉണ്ടാക്കുകയാണ്. എന്തിനാണെന്നറിയുമോ പ്രവാചകരേ? ഒന്ന് അങ്ങയെ തടവിൽ പാർപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. ഔ യഖ്തുലൂക, അല്ലെങ്കിൽ അങ്ങയെ കൊന്നു കളയാനാണ് അവരുടെ ലക്ഷ്യം. ഔ യുഖ്രിജൂക, ഇല്ലെങ്കിൽ പിറന്ന മണ്ണിൽ നിന്ന് അങ്ങയെ പുറത്താക്കാനാണ് അവരുടെ ലക്ഷ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അറിയിച്ചു കൊടുക്കുകയാണ്. മൂത്താപ്പ കടന്നു വരികയാണ്, അബൂ താലിബ് കടന്നു വരികയാ. മകനേ, ഞങ്ങളുടെ സമുദായം നിനക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്, ഗൂഢതന്ത്രം മെനഞ്ഞിരിക്കുകയാണ് മകനേ. അത് നീ അറിഞ്ഞോ മകനേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഉപ്പാ, അത് ഞാൻ അറിഞ്ഞു ഉപ്പാ. ഉടനെ അബൂ താലിബ് ചോദിക്കുകയാണ്, ആരാണ് മകനെ നിനക്കറിയിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുക,
പറയുകയാണ്, അഖ്ബറനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ അറിയിച്ചിരിക്കുകയാണ് ഉപ്പാ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ താലിബ് പറയുകയാണ്, എങ്കിൽ മകനേ, അതിനുള്ള പരിഹാര മാർഗം നിന്റെ റബ്ബിനോട് നീ ചോദിച്ചു വാങ്ങണേ. എൻ്റെ റബ്ബ് അതിനുള്ള പരിഹാരം എനിക്ക് കാണിച്ചു തരും ഉപ്പാ. അതുകൊണ്ട് ഞാൻ ഭയം നോടുകയില്ല. അല്ലാഹുവാണ് അതിന് എന്നോട് കൽപ്പിച്ചതെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. വയംകുറൂൻ, അവർ ഗൂഢതന്ത്രം മെനയുമ്പോൾ വയംകുറുല്ലാഹ്, ശത്രുക്കളെ, അല്ലാഹു നിങ്ങൾക്കെതിരെയും ഗൂഢതന്ത്രം മെനയുകയാണ്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏറ്റവും വലിയ ഗൂഢതന്ത്രം മെനയുന്നവൻ, ഏറ്റവും വലിയ തന്ത്രജ്ഞാനി അല്ലാഹുവാണെന്ന കാര്യം മറക്കണ്ട. അവനാണ് പിറന്ന മണ്ണിൽ ജീവിക്കണോ അതല്ല അവിടെ നിന്ന് ആട്ടിയോടിക്കണോ എന്ന് തീരുമാനിക്കേണ്ടവൻ ആ പടച്ചവൻ തന്നെയാണ്. അതുകൊണ്ട് ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ദാ അറിയിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരികയാണ്. ആദ്യമായി ജിബ്രീൽ ഗാർ ഹിറായിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഭയവിഹ്വലനായി ഖദീജ ബീവിയുടെ മുറിയിലേക്ക് ഓടി വരികയാണ്. ദസിറൂനി സമ്മിലൂനി യാ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ വളരെ വിഷമത്തോടെയാണ്, ടെൻഷൻ അടിച്ചാണ് വന്നതെന്ന് മനസ്സിലാക്കിയ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അവിടെ വിശ്രമിക്കാൻ അനുവദിക്കുകയാണ്. വിശ്രമമെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യങ്ങൾ അന്വേഷിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറയുകയാണ്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മുവഹിദായ പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനോട് നമുക്ക് പോയൊന്ന് അന്വേഷിക്കാം, എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെയും കൂട്ടിയിട്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന പണ്ഡിതന്റെ അരികിലേക്ക് പോവുകയാണ്. ആ പണ്ഡിതൻ നബി തങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഏ മുഹമ്മദേ, നിന്റെ നാട്ടുകാർ പിറന്ന മണ്ണിൽ നിന്ന് നിന്നെ പുറത്താക്കും. പറഞ്ഞ ഒറ്റ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. എന്റെ നാട്ടുകാരോ? അതെ, എന്റെ നാട്ടുകാർ, നിന്റെ നാട്ടുകാർ, നിന്റെ കൂടെ കിടക്കുന്നവർ, നിന്നെ സഹകരിക്കുന്നവർ, നിന്നെ സഹായിക്കുന്നവർ, നിന്റെ അയൽവക്കക്കാർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുവോ? അവരെന്നെ പുറത്താക്കുവോ? അതല്ലേ നമുക്ക് അത്ഭുതം. എടാ, നമ്മുടെ കൂടെയുള്ള ഹിന്ദുക്കളോ, നമ്മുടെ കൂടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളോ, നമ്മളോടൊപ്പം സഹകരിക്കുന്നവരോ, നമ്മുടെ കൂട്ടത്തിൽ വരുന്നവരോ, നമ്മളോടൊപ്പം ഒരുമിച്ച് പാത്രത്തിൽ കഴിക്കുന്നവരോ, നമ്മളുടെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, അവരുടെ പൈസ നമ്മൾ വാങ്ങുന്നു, നമ്മൾ അവരുടെ വണ്ടി വിളിക്കുന്നു, അവരുടെ വണ്ടി നമ്മൾ വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര സഹകരിക്കുന്ന അവര് നമ്മളെ പുറത്താക്കുന്നു. നമുക്കും ഈ അത്ഭുതമല്ലേ? നമുക്ക് ഈ അത്ഭുതമല്ലേ? പല ഹിന്ദുക്കളും പല സഹോദരങ്ങള് തമാശ രൂപേണ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പോവല്ലേ, പോകുന്നതിന് മുമ്പ് എങ്ങടാ വസ്തു എനിക്ക് എഴുതി തന്നിട്ട് പോണേന്ന്. പലരും തമാശ രൂപത്തിലാണോ അല്ലയോ എന്തോ ആയാലും ആകാം, അവന്റെ വസ്തു വിലപേശിക്കൊണ്ടിരിക്കുക നമ്മള്. അപ്പൊ എന്നിട്ട് അവൻ പറയാണ്, ഇവരെ നിന്റെ വസ്തുവും കൂടെ എനിക്ക് എഴുതി തന്നിട്ട് നീ പോകാവൂ, അല്ലാതെ പോകരുതെന്ന്. അള്ളാഹിന്റെ റസൂലിനോടും ഇതേ അവസ്ഥ തന്നെയാണ്. ആ സ്വന്തം നാട്ടുകാർ പിറന്ന മണ്ണിൽ നിന്ന് നിന്നെ പുറത്താക്കും എന്ന് ആ പണ്ഡിതൻ പറഞ്ഞു. അള്ളാഹിന്റെ റസൂൽ അതായിരുന്നു വിഷയം. അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുവോ? അതെ, അവർ പുറത്താക്കും. ഇത് പരീക്ഷണം നമുക്ക് മാത്രമല്ല. ഈ പരീക്ഷണം ആർക്ക്? പ്രവാചകന്മാർക്ക് വന്നു, നമ്മുടെ ഹബീബിന് വന്നു, നമ്മുടെ ഹബീബിന് വന്നു. നമ്മുടെ ഹബീബിന് ഏറ്റ അതേ പ്രതികരണമാണ് ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ താമസിക്കുന്ന മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല നൽകിയത്. ഇതിൽ നിന്നുമുള്ള പരിഹാരം എന്താ പരിഹാരം? ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നാളെ 8:30 മണിക്ക് എല്ലാവരും കൃത്യമായി വരിക. എന്ത് പരിഹാരമാണ്?
ഇതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ വിഷമങ്ങളും ഇതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനുള്ള ഒരേ മാർഗം എന്താണ്, അതിനുള്ള പരിഹാരം നാളെ ചർച്ച ചെയ്യും. കൃത്യമായി 8:30 വന്നാൽ 10:30 നമുക്ക് തീർത്തിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ദ്വാരന്നിട്ട് എല്ലാവരും ദ്വാരക്കാണ്ടിരിക്കുക, ആമീൻ പിടിക്കണം ആത്മാർത്ഥമായിട്ട്. തലയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ ഒരു സഹോദരി 6 കുപ്പി തേൻ, മരിച്ചുപോയവരുടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരി 250, 2 കിഡ്നി നഷ്ടപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ഒരു സുഹൃത്ത്, ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സഹോദരൻ, ഈ കഴിഞ്ഞ ദിവസം ലിവറിന് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച നമ്മുടെ സുഹൃത്ത്, 35 വയസ്സായ നമ്മുടെ സുഹൃത്ത്. എല്ലാവർക്കും വേണ്ടി ഒരു ദുആ, ഒരു ആമീൻ പറഞ്ഞിട്ട് പോ. പാവപ്പെട്ടവരല്ലേ, സുഖമില്ലാത്തവരല്ലേ. ഇൻഷാ അല്ലാഹ് ഒരു 10 ഇസ്തിഗ്ഫാർ ചെയ്. ആരെ മരിച്ചുപോയ അല്ലാഹുവേ 1011 രൂപ നിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ഒരു 10 ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹ്. ഇഖ്ലാസോടെ ആമീൻ പറയണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ നല്ലപോലെ കാര്യമായിട്ട് കുറച്ച് ദിക്ർ ചൊല്ലി ദുആ ഇറക്കാം. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ ചെയ്ത് വിടാം. ഈ പറയപ്പെട്ടവരുടെ എല്ലാം ഈ അടുത്ത സമയത്ത് മരണപ്പെട്ട ചെറുപ്പക്കാരൻ പാവം 35 വയസ്സ്, മരണം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അതിന് വയസ്സൊന്നുമില്ല, അതിന് പറഞ്ഞിട്ട് കാര്യവുമില്ല. പിന്നെ ഈ രോഗങ്ങളൊക്കെ വന്ന് മരിച്ചാൽ അതിൻ്റെ പേരിൽ എന്ത് കൂലി കിട്ടും? ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അതുകൊണ്ട് അസുഖം വന്ന് മരണപ്പെടൽ, പാവങ്ങൾ പൊറുക്കപ്പെടുകയും ഷഹീദിൻ്റെ കൂലി ലഭിക്കും. അതുകൊണ്ട് അല്ലാഹു തആല ആ സഹോദരന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരൻ്റെ കുടുംബത്തിന് അല്ലാഹു തആല ക്യാൻസർ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ പടച്ചവനെ, ട്യൂമർ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ പടച്ചവനെ, മഞ്ഞപ്പിത്തം തന്ന് പരീക്ഷിക്കല്ലേ പടച്ചവനെ, സ്ട്രോക്ക് നൽകി പരീക്ഷിക്കല്ലേ പടച്ചവനെ. യാ അല്ലാഹുവേ ജനങ്ങൾ വെറുക്കുന്ന രോഗം നൽകി പരീക്ഷിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ വെള്ളപ്പാണ്ട് തന്ന് പരീക്ഷിക്കല്ലേ പടച്ചവനെ, അർബുദം നൽകി പരീക്ഷിക്കല്ലേ പടച്ചവനെ. ശരീരത്തിൽ രോഗം വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല പടച്ചവനെ, ചികിത്സിച്ചാൽ ഭേദമാകുന്ന രോഗം നൽകണേ പടച്ചവനെ. അതൊരു മാരകമായ രോഗമാക്കല്ലേ അല്ലാഹുവേ. ഭീമമായ തുക ചെലവ് വരുന്ന രോഗം നൽകല്ലേ പടച്ചവനെ. ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന അറപ്പുണ്ടാകുന്ന രോഗം നീ നൽകല്ലേ പടച്ചവനെ. നിന്നോട് കാവൽ തേടുന്നു പടച്ചവനെ, നിന്നോട് കാവൽ തേടുന്നു പടച്ചവനെ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ മരണം അധികരിക്കുന്നു റഹ്മാനെ. അല്ലാഹുവേ തൗബയില്ലാത്ത മരണത്തിൽ നിന്ന് കാവൽ തേടുന്നു പടച്ചവനെ. ഞങ്ങളുടെ ഹക്കുകൾ നിറവേറ്റപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സ്വാലിഹാത്തുകളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ പെൺമക്കളുടെ കല്യാണം റാഹത്തിലാക്കണേ പടച്ചവനെ, സന്തോഷത്തിലാക്കണേ പടച്ചവനെ, ബർക്കത്തിലാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ യുവാക്കൾക്ക് അർഹരായ സ്വാലിഹത്തായ ഭാര്യമാരെ വധുക്കളെ നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ഇത്രയും സമയം ക്ഷമിച്ചിരുന്നവർ, നിന്റെ ദീനിനെ സ്നേഹിച്ചിരുന്നവർ, നിന്റെ കലാമ് കേട്ടവർ, നിന്റെ ഹബീബിൻ്റെ വചനം കേട്ടവർ, ഈ ഇരുന്ന ഒരാളെയും പടച്ചവനെ നരകത്തിൻ്റെ അവകാശിയാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ സ്വർഗത്തിൻ്റെ അഹലുകാരാക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് ഇതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം എന്താ പടച്ചവനെ. എത്ര ദൂരത്തു നിന്ന് വന്നോ അത്രയും ദൂരത്തോളം പടച്ചവനെ നന്മകൾ അവർക്ക് എഴുതണേ പടച്ചവനെ. യാ അല്ലാഹ് മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ട് പടച്ചവനെ, മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ട് പടച്ചവനെ. അല്ലാഹുവേ ദുആയിൽ ഒരിക്കലും അവർ നിരാശരല്ല പടച്ചവനെ. നീ അവരെ പരീക്ഷിക്കല്ലേ പടച്ചവനെ. അവരുടെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് 20 വർഷം മക്കളില്ലാത്ത സഹോദരൻ കഴിഞ്ഞ ഇതേ സദസ്സിൽ ഇരുന്ന് ദുആ ചെയ്തു. അല്ലാഹു നീ ആ സഹോദരൻ ഈ വർഷം മക്കളെ കൊടുത്തു, അവൾ ഗർഭിണിയാണ്. അല്ലാഹുവേ നീ അത് റാഹത്തായ പ്രസവമാക്കണേ പടച്ചവനെ. അതേപോലെ 10 വർഷവും 15 വർഷവുമായവർ ഈ സദസ്സിലുണ്ട് പടച്ചവനെ. നീ അവരെ കനിയണേ പടച്ചവനെ, അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ ദുആ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.